ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്നുള്ളത് നമ്മൾ നല്ല രീതിക്ക് എണ്ണ കാച്ചിയെടുക്കുന്ന വീഡിയോ ആണ്. അതായത് മുടിക്ക് നല്ല കട്ടക്കറുപ്പ് ആയി വരാനും അതുപോലെ അകാല നരകളെ തടയാനും പറ്റുന്ന വിധത്തിൽ പാരമ്പര്യമായി നമ്മൾ ഉണ്ടാക്കി വരുന്നിട്ടുള്ള ചില വസ്തുക്കളെ കൂട്ടിച്ചേർത്തിട്ട് നല്ലൊരു മരുന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണിത്. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു കൂട്ട് ആണ് നമ്മൾ നല്ല രീതിയിൽ വെളിച്ചെണ്ണയാണ് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു വെളിച്ചെണ്ണയിൽ നമ്മൾ ചാലിച്ചെടുത്തിട്ട് തേക്കുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ അകത്തേക്ക് ഉൾപ്പെടുത്തിയെന്ന് നമുക്ക് നോക്കാം. അതിനകത്തൊന്ന് പറയുന്നത് പേരയിലയാണ്. അപ്പോൾ പേരയില എന്ന് പറയുമ്പോൾ നമ്മൾ താളിയാക്കാനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഈ കറിവേപ്പിലേൻ്റെ കാര്യം നമ്മൾ ശരിക്കും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കറിവേപ്പില മാത്രമായിട്ട് എണ്ണയാക്കിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഇത് മുടിക്ക് കറുപ്പേക്കാൻ വേണ്ടി ചെമ്പരത്തിയുണ്ട്. പിന്നെ കറ്റാർവാഴേൻ്റെ ഗുണങ്ങളുണ്ട്. ഇതിനകത്ത് മറ്റൊരു ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഉള്ളിയാണ്. അതായത് സവാള അല്ലെങ്കിൽ ചുവന്നുള്ളി എന്ന് പറയുന്ന ഉള്ളിയാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്തിരിക്കുന്നത്. ഉള്ളി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഇങ്ങനെ മുടി കൊഴിച്ചിൽ തടയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ഈ ഉള്ളി. അപ്പോൾ അതെങ്ങനെയാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അത് നമ്മൾ ഈ ഉള്ളി മുറിച്ച് എടുത്ത് മാറ്റി വെക്കണം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് മിക്സി ജാറിലിട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കണം. അടിച്ച് നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇത് മാത്രമായിട്ട് അടിക്കണമെന്നില്ല. നമ്മൾ ഈ പറഞ്ഞ വസ്തുക്കളെല്ലാം കൂടി ചേർത്തിട്ട് അടിച്ചെടുക്കണം. നല്ലൊരു പേസ്റ്റ് രൂപത്തിലാക്കണം. ഇതിനകത്ത് ഞാൻ ഒഴിച്ചിരിക്കുന്ന വെള്ളമല്ല, വെളിച്ചെണ്ണയാണ്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് ഇത് അടിച്ചെടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം കറിവേപ്പില നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആ കറിവേപ്പില പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കുന്ന കറിവേപ്പിലയാണ്. അപ്പോൾ ആ ഒരു കറിവേപ്പിലയും നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഈ കറിവേപ്പിലയും അതുപോലെ കറ്റാർവാഴയും പിന്നെ നമ്മളെ പേരയിലയും പിന്നെ ചെമ്പരത്തിയും ഒക്കെ ചേരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മൾ തുളസി ഇലയും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം. ലാസ്റ്റ് ഭാഗം നമ്മൾ മരുന്നുണ്ടാക്കുന്ന സമയത്ത്, ഈ ഒരു എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് അത് കാണിക്കുന്നുണ്ട് എങ്ങനെയാണ് ചേർക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ എടുക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ വീട്ടുമുറ്റത്ത് ഉണ്ടാകുന്ന സാധനങ്ങളാണ്. ഒന്നും പുറത്തുനിന്ന് വാങ്ങിയിട്ടോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇതിൻ്റെ അകത്ത് ഇല്ല. കറ്റാർവാഴേൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എണ്ണ കാച്ചുന്നതിന് ഉപയോഗിക്കാം, താളിയായിട്ട് ഉപയോഗിക്കാം. ഇനി ഇതൊന്നും അല്ലെങ്കിൽ കറ്റാർവാഴേൻ്റെ ജെല്ലെടുത്ത് തലയിൽ തേച്ചാലും നല്ല മുടി വളർച്ചയുണ്ടാവും. മുടി കൊഴിയുന്നത് തടയാൻ പറ്റും. നല്ല തിക്കായിട്ട് മുടി വളരും. അതൊക്കെയുണ്ട്. പിന്നെ ഒരു കയ്യൂന്നി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, കഞ്ഞെണ്ണി അല്ലെങ്കിൽ കയ്യൂന്നി എന്ന് പറയുന്നതും മുടിക്ക് നല്ല ഗുണം ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡ് ഭാഗമൊക്കെ നമ്മൾ മുറിച്ച് കളയണം. എന്നിട്ടാണ് ഇതിൻ്റെ പേസ്റ്റ് ആയിട്ട് നമ്മളത് ഉപയോഗിക്കുന്നത്. ഇതൊരു സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നൊരു കടായിലേക്ക് മാറ്റി ആക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് അടിച്ചെടുക്കുന്നത്. പക്ഷേ എന്നാലും ലേശം കൂടെ വെളിച്ചെണ്ണ ചേർക്കണം. അല്ലെങ്കിൽ പിന്നെ തീരെ അത് കുറുകിയ പോലെയാവും. അപ്പോൾ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ചേർത്ത്, പിന്നെ ഒരുപാടൊന്നും ആക്കി വെക്കാറില്ല, കുറച്ച് മാത്രമേ ആക്കുന്നുള്ളൂ. ആദ്യമൊക്കെ വീട്ടിൽ എണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണയിൽ ആട്ടിക്കൊണ്ടുവരുന്ന സമയത്ത് ഒരുപാട് ആക്കി വെക്കുന്നുണ്ടല്ലോ. ഞാനാക്കും വളരെ കുറച്ചേ ആക്കുള്ളൂ. ഇത് മാത്രം ഇതൊന്ന് കുറുകിക്കൂടി വരുമ്പോൾ അതിൻ്റെയും കുറച്ചും കൂടി ആവുന്നുള്ളൂ. അത്രയല്ലേ നമുക്ക് തലയിൽ ഉപയോഗിക്കാൻ വേണ്ടിയുള്ളൂ. മുമ്പിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരുണ്ടാവുമല്ലോ. ഇപ്പം പക്ഷേ എല്ലാ വീടുകളിലും ആളുകൾ വളരെ കുറവാണല്ലോ. ഈ ഒരു നല്ല തിളവന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു പിടി കറിവേപ്പിലയും പിന്നെ നമ്മൾ ലേശം തുളസി ഇലയും കൂടെ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യണം. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഉള്ളി അടിച്ചെടുക്കുന്നതുകൊണ്ട് ആ ഉള്ളീൻ്റെ ഒരു മണം ഉണ്ടാവും, പച്ചമണം. ആ ഒരു മണം പിന്നെ ഭയങ്കര മണമായിരിക്കും അത്. ആ ഒരു മണം സാധാരണ എണ്ണേൻ്റെ മണത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഈ തുളസി ഇലയും ഈ കറിവേപ്പിലയും ഇടുമ്പോൾ ആ രണ്ടിൻ്റെ മണമാണ് ഏറ്റവും കൂടുതലായിട്ട് മുറ്റി നിൽക്കുന്നത്.
ഇതിപ്പോൾ ഈ രണ്ടെണ്ണം ഇടുമ്പം തന്നെ നമുക്ക് കറിവേപ്പിലേൻ്റെ മണമാണ് കൂടുതലായിട്ടുണ്ടാകുന്നത്. നല്ല കറിവേപ്പിലേൻ്റെ മണം ഉണ്ടാവും. ഇത് ആദ്യത്തെ ഭാഗത്തെന്ന് പറയുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ആയതിനു ശേഷം എണ്ണ തെളിഞ്ഞ് കണ്ടുവരാൻ തുടങ്ങും. അങ്ങനെ എണ്ണ തെളിഞ്ഞ് കണ്ടുവരുമ്പോൾ മുതലാണിത് ലോ ഫ്ലെയിമിലേക്ക് അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് പിന്നെ ഇത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിനകത്തുള്ള വെള്ളത്തിൻ്റെ അംശങ്ങളെല്ലാം മാറി ഇത് എണ്ണയായിട്ട് വരും. അപ്പോൾ എണ്ണയായി വരുമ്പോൾ എങ്ങനെയാണ് മനസ്സിലാവുമെന്ന് വെച്ചാൽ 2 മണി കടുകിട്ട് നോക്കുമ്പം അത് പൊട്ടി വരും. വെള്ളം ഉണ്ടെങ്കിൽ അത് പൊട്ടുന്നില്ല. ഇത് തുണിയിലേക്കാണ് ഒഴിച്ചത്. തുണി വെച്ച് അരിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ല വൃത്തിയിൽ ഈ ഒരു എണ്ണയായിട്ട് കിട്ടുന്നത്. അരിപ്പ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, പക്ഷെ അരിപ്പേനേക്കാളും നല്ല കുറച്ചും കൂടെ വൃത്തിക്കാവുന്നത് ഈ തുണി ഉപയോഗിച്ചിട്ട് കോട്ടൺ തുണി വെച്ചിട്ട് അരിച്ചെടുക്കുമ്പോഴാണ്. ഇത് നല്ലവണ്ണം നീരൂറ്റിയെടുക്കണം. നല്ല തുണിയായിരിക്കണം, കോട്ടൺ തുണി. അത് കഴുകിയിട്ട് വെള്ളം അംശത്തിൻ്റെ ഒന്നും ഉണ്ടാവാൻ പാടില്ല. കഴുകി ഉണക്കിയെടുക്കുന്നതാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. ഇത്രയൊക്കെയുള്ളൂ. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.